വ്യായാമത്തിന്റെ പ്രയോജനങ്ങളെപ്പറ്റി ഇന്ന് ധാരാളം ആൾക്കാർ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പലരും വ്യായാമം ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അവർ വേഗതയിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഓടുന്നു, അല്ലെങ്കിൽ ജിമ്മിൽ പോയി അവർ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സർസൈസ് ചെയ്യുന്നു, കുറച്ചുപേര് യോഗ ചെയ്യുന്നു. പക്ഷേ ആരോഗ്യ സംരക്ഷണത്തിന് ഈ പറഞ്ഞ വ്യായാമങ്ങൾ മാത്രം പോരാ, മറ്റു ചില കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത കാലത്ത് നടത്തിയ ചില ഗവേഷണങ്ങളുടെ ഫലമായി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനെപ്പറ്റി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരാള് ഡെയിലി വ്യായാമം ചെയ്യുന്നുണ്ട്, ഏതാണ്ട് 1 മണിക്കൂറോളം വ്യായാമം ചെയ്യും. അത് കഴിഞ്ഞ് അയാള് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അയാള് മുഴുവൻ സമയവും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതായത് പിന്നെ ബാക്കിയുള്ള സമയത്ത് അയാൾ നടക്കാനോ എടുക്കാനോ അല്ലെ മറ്റ് അധ്വാനം വരുന്ന പ്രവൃത്തികൾ ചെയ്യാനോ ഒന്നും അയാൾ മെനക്കെടാറില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാണേലും അയാൾ പത്രങ്ങൾ വായിക്കുന്നു, അല്ലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അല്ലാതെ വീടിന് പുറത്തിറങ്ങി എന്തെങ്കിലും അധ്വാനം വരുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാറില്ല. നമ്മുടെ രണ്ടാമത്തെ വ്യക്തി പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹം നേരം വെളുത്താൽ വൈകുന്നേരം വരെയും ഒന്നെങ്കിൽ വീടിനകത്തുള്ള പണികൾ ചെയ്യുന്നു, അതുപോലെ തന്നെ വീടിന് പുറത്തുള്ള പണികൾ ചെയ്യുന്നു, കാർ വാഷ് ചെയ്യുന്നു, ഗാർഡനിങ് ചെയ്യുന്നു, അല്പം കൃഷി ചെയ്യുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിലും എപ്പോഴും വ്യാപൃതനാണ്. അയാൾ എപ്പോഴും ആക്റ്റീവ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ടാമത്തെ ആളിനാണ് ആരോഗ്യപരമായി കൂടുതൽ മേന്മകൾ ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ആദ്യത്തെ വ്യക്തിക്ക് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ വ്യക്തിയാണ് കൂടുതൽ ആരോഗ്യമുള്ളത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്താൽ മാത്രം പോരാ, ദിവസത്തിന്റെ ബാക്കി സമയവും നമ്മൾ ഉറങ്ങുന്നത് ഒഴിച്ച് ബാക്കിയുള്ള സമയവും നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ആ വ്യായാമത്തിന്റെ പ്രയോജനങ്ങൾ ശരിക്കും ലഭിക്കുകയുള്ളൂ. നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇരിക്കാനോ കിടക്കാനോ വേണ്ടി മാത്രമല്ല. നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നടക്കാനും എടുക്കാനും ഓടാനും വേണ്ടി വന്നാൽ നമുക്ക് ചാടാനും ഒക്കെ വേണ്ടിയാണ് നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക. 6ഉം 60ഉം ഒരുപോലെ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു 6 വയസ്സുള്ള കുട്ടിയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ആ കുട്ടി ഉറങ്ങുന്ന സമയത്ത് വിശ്രമിക്കുന്നുണ്ട്, ബാക്കിയുള്ള സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുകയും എടുക്കുകയും ഓടുകയും ചാടുകയും സ്റ്റെപ്പ് കയറുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി എപ്പോഴും ആക്റ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ എപ്പോഴും ഇതുപോലെ ആക്റ്റീവ് ആയിരിക്കണം. അതാണ് ഈ പഠനം കൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യായാമം 45 മിനിറ്റോ അല്ലെ 1 മണിക്കൂറോ മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നമ്മൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 10,000 സ്റ്റെപ്പെങ്കിലും നടക്കണം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എക്സർസൈസ് ചെയ്താൽ മാത്രം പോരാ, ഈ 10,000 സ്റ്റെപ്പ് ഒപ്പിക്കണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സമയത്ത് കൂടി ചെറിയ നടത്തത്തിനുള്ള സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വിശ്രമിക്കുന്ന രീതിയും ശരിയല്ല. നമ്മൾ ഉച്ചക്കത്തെ ആഹാരം കഴിച്ചാണേലും നമ്മളൊരു 10 മിനിറ്റ് നമ്മളൊരു ചെറിയ നടക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനെ പോസ്റ്റ് മീൽ വാക്കിംഗ് എന്നാണ് പറയുന്നത്. അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം എന്നാണ് പൂർവികർ പറഞ്ഞിരിക്കുന്നത്. അതായത് അത്താഴം കഴിഞ്ഞാലും നമ്മളൊരു സ്വല്പ സമയം ചെറിയ ഒരു നടത്തത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ഒന്നുകൂടി ആക്റ്റീവ് ആവും. നമ്മുടെ ശരീരത്തിലെ എനർജി ബേണിംഗ് മെഷീൻ നമുക്ക് ഒന്നുകൂടി ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നാലും നമ്മുടെ ശരീരത്തിലെ ഊർജം ചെലവാകുന്ന പ്രക്രിയ കുറച്ച് സമയം കൂടി നമുക്ക് നീട്ടിക്കൊടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് അമിതവണ്ണം ഉണ്ടാകുകയില്ല, നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുകയില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. നടന്നാൽ അല്ലെങ്കിൽ വ്യായാമം ചെയ്താൽ മാത്രം പോരാ, ദിവസത്തിൻ്റെ പകൽ സമയം മുഴുവനും നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് അല്ലെ ചെറിയ മൂവ്മെൻ്റ് എങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ദീർഘനേരം നമ്മൾ ഇരിക്കുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ അവസാനിപ്പിക്കണം. ഏറ്റവും കുറഞ്ഞത് 40 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഒരേ ഇരിപ്പ് ഇരിക്കരുത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്.
കൂടുതൽ സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ പ്രയോജനപ്പെട്ടതാണ്. നിങ്ങൾ ഇത് എല്ലാവർക്കും പ്രയോജനം കിട്ടാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.